ഹായ് ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? ഇന്ന് സൺഡേ ആയിട്ട് എന്താണ് പരിപാടി എല്ലാവരുടെയും? ഞങ്ങൾ രാവിലെ തന്നെ പുഴ കലക്കാൻ പോവുകയാണ്. ഒന്ന് മുങ്ങി കുളിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് രസം. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാവിൽ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്. അവർ രാവിലെ തന്നെ അങ്ങോട്ട് പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇന്നൊരു മൂഡുണ്ടായിരുന്നില്ല. നമ്മുടെ കുഞ്ഞാവയുടെ ചോറൂണ് കഴിയാത്തത് കൊണ്ട് തന്നെ ഞാൻ പോയില്ല. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നായിരുന്നു. പിന്നെ ഞാൻ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ള തോരനാണ് പയറില തോരൻ. ഇന്നത്തെ കാലത്ത് ആരെങ്കിലുമൊക്കെ പയറിൻ്റെ ഇല കൊണ്ട് തോരൻ വയ്ക്കുമോ? അറിയില്ല കേട്ടോ. ആരെങ്കിലുമൊക്കെ തോരൻ വയ്ക്കുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിവിടെ മിക്കവാറും പയറിൻ്റെ ഇല കൊണ്ട് തോരൻ വയ്ക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ഇലക്കറിയാണ് പയറിൻ്റെ ഇല. നമ്മളിവിടെ കൂടുതലും പാചകം വിറകടുപ്പിൽ തന്നെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കംഫർട്ടബിളും വിറകടുപ്പിൽ തന്നെ പാചകം ചെയ്യാനാണ്. തോരനൊക്കെ റെഡിയായി ഇറക്കി കഴിഞ്ഞ് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മീൻകറി ഉണ്ടാക്കാൻ വറവിടുകയാണ് ആദ്യം. ചട്ടി അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടതിന് ശേഷമാണ് ഞാൻ പൊടിയൊക്കെ മൂപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ കുടംപുളി ഇട്ട് വെച്ച വെള്ളമാണ് ചേർക്കുന്നത്. കുടംപുളി ഇട്ട് വറ്റിച്ചെടുക്കുന്ന മീൻകറിയാണ് ഇവിടെ എല്ലാവർക്കും താല്പര്യം. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കഞ്ഞിയടുപ്പിൻ്റെ മുകളിൽ വത്തിരി കലത്തിൽ വെള്ളം വെച്ച് ചൂടാക്കും കേട്ടോ. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും അരിക്കി ഒഴിക്കാനും ഒക്കെ ആയിട്ട് ആ വെള്ളം എടുക്കും. അടുത്തതായിട്ട് മീൻ വറക്കാനാണ് അരപ്പ് പറ്റി വയ്ക്കുന്നത്. മീനൊക്കെ വറുത്ത് കോരി നമ്മുടെ കറിയൊക്കെ റെഡിയായി ഞങ്ങളങ്ങനെ ലഞ്ച് കഴിക്കാൻ പോവാണ്. അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ ഇന്ന്. ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു സൺഡേ വിശേഷം.